വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സർവേയിങ്ങിലെ കോമ്പസ് സർവേയിങ് ആണ്. അപ്പോൾ എന്താണ് കോമ്പസ് സർവേയിങ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഇറ്റ്സ് എ സ്മോൾ ഇൻസ്ട്രുമെൻറ്റ്. അതിലൊരു മാഗ്നറ്റിക് നീഡിലും ലൈൻ ഓഫ് സൈറ്റ് ഗ്രാജുവേറ്റഡ് സർക്കിളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ ഡയറക്ഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഡയറക്ഷൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ കോമ്പസ് സർവേ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാവേഴ്സിംഗ് ആണ്. അതുപോലെ കോമ്പസ് സർവേ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെയിൻ സർവേസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നമുക്ക് കോമ്പസ് സർവേ യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയിൻ സർവേ ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സാഹചര്യത്തിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? കോമ്പസ് സർവേ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കൽ അട്രാക്ഷൻസ് ഉള്ള ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ അട്രാക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ആ ഒരു പ്ലോട്ടിലുണ്ടെങ്കിൽ നമുക്കവിടെ കറക്റ്റ് ഡയറക്ഷൻസ് കോമ്പസ് തരത്തില്ല. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ആക്യുറസി നോക്കുകയാണെങ്കിൽ കുറവാണ്. ആക്യുറസി വെരി ലോ ആണ് നമുക്ക് കോമ്പസിന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആംഗുലാർ മെഷർമെൻറ്റ്സ് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ആംഗുലാർ മെഷർമെൻറ്റ്സ് ഇതാണ്. ഫസ്റ്റ് വൺ സെക്സാഡെസിമൽ സിസ്റ്റം, സെൻഡെസിമൽ സിസ്റ്റം, അതുപോലെ തന്നെ അവേർലി സിസ്റ്റം. ഇതിൽ നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യയുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്നത് സെക്സാഡെസിമൽ സിസ്റ്റമാണ്. ഇനി സെക്സാഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതേപോലെ സെൻഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ സിസ്റ്റവുമാണ്. ഇതിൽ സെക്സാഡെസിമൽ സിസ്റ്റത്തിൽ 1 സർക്കംഫറൻസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഇനി സെൻഡെസിമൽ സിസ്റ്റത്തിൽ 1 സർക്കംഫറൻസ്, സി എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സർക്കംഫറൻസ് ആണ്. 1 സർക്കംഫറൻസ് എന്ന് പറയുന്നത് 400 ഗ്രേഡ് ആണ് വരുന്നത്. ഓക്കെ, 400 ഗ്രേഡ് എന്ന് എഴുതുമ്പോൾ നമ്മൾ മേലാണ് എഴുതുന്നത്. 400 ഗ്രേഡ്. 1 ഗ്രേഡ് എന്ന് പറയുന്നത് 100 സെൻറ്റിഗ്രേഡ് ആണ്. അതുപോലെ 1 സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് 100 സെൻറ്റിഗ്രേഡ് ആണ് വരുന്നത്. 100 സെൻറ്റിഗ്രേഡ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അവേർലി സിസ്റ്റമാണ്. അവേർലി സിസ്റ്റം എന്ന് പറയുമ്പോൾ 1 സർക്കംഫറൻസ് എന്ന് പറയുന്നത് 24 hours ആണ്. 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഓക്കെ, സെക്സാഡെസിമൽ സിസ്റ്റം 1 സർക്കംഫറൻസ് 360 ഡിഗ്രി, 1 ഡിഗ്രി 60 മിനിറ്റ്, 1 മിനിറ്റ് 60 സെക്കൻഡ്. Centesimal system 1 circumference of 400 grade, 1 grade 100 centigrade, and 1 centigrade is equal to 100 centigrade. Hourly system 1 circumference is equal to 24 hours, 1 hour 60 minute, 1 minute 60 second. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു 2 ടേമാണ്. എന്താണ് മെറിഡിയൻ, എന്താണ് ബിയറിംഗ്? എന്താണ് മെറിഡിയൻ, അതുപോലെ തന്നെ എന്താണ് ബിയറിംഗ്? മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സർവേ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവേ പ്രോഗ്രസ് ചെയ്യുമ്പം ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ലൈൻ റെഫറൻസ് ആയിട്ട് നമുക്ക് വേണമല്ലോ. ആ ഒരു ഫിക്സഡ് ലൈനിനെയാണ് നമ്മൾ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി ആ പറഞ്ഞിരിക്കുന്ന മെറിഡിയൻ മുതൽ പ്രോഗ്രസ് ചെയ്യുന്ന സർവേ വരെ ഇതൊരു ഫിക്സഡ് ലൈൻ ആണെങ്കിൽ ഇത് മുതൽ ഇതാണ് എൻ്റെ പ്രോഗ്രസ് ചെയ്യുന്ന ലൈൻ എന്ന് വിചാരിക്കുക, സർവേ പ്രോഗ്രസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ബിയറിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ ബിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഈ മെറിഡിയൻ ആയിക്കോട്ടെ ബിയറിംഗ് ആയിക്കോട്ടെ ഇതിന് 3 ടൈപ്സ് പറയുന്നുണ്ട്. മെറിഡിയൻ ആയാലും ബിയറിംഗ് ആയാലും രണ്ടും റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെറിഡിയൻ ഞാൻ പറയുവാണ് ട്രൂ മെറിഡിയൻ. ഫസ്റ്റ് മെറിഡിയൻ്റെ ടൈപ്പാണ് ട്രൂ മെറിഡിയൻ. ഈ ട്രൂ മെറിഡിയൻ എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല പറയുന്നത്. ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോമെട്രിക്കൽ ആയിട്ടുള്ള നോർത്ത് സൗത്ത് പോൾസിനെ കണക്ട് ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഇമാജിനറി ലൈൻ വരച്ചിട്ട് അതാണ് റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. ആ റെഫറൻസ് ലൈനിൽ നിന്നും നമ്മൾ സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ലൈനിലോട്ട് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് ട്രൂ ബിയറിംഗ്. ഓക്കെ, ഇനി അതിവിടെ ട്രൂ നോർത്ത് സൗത്ത് എന്നും പറയാം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് എന്നും നമുക്ക് പറയാം. അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഈ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തിനെയും കണക്ട് ചെയ്ത് ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരച്ചിട്ട് അതിനൊരു ഫിക്സഡ് റെഫറൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫിക്സഡ് റെഫറൻസിൽ നിന്നും സർവേ പ്രോഗ്രസ് ചെയ്യുന്നതിനിടയിലുള്ള ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ്?
ഇനി ഒരു ടൈപ്പ് കൂടെ നമുക്ക് പറയാനുണ്ട്, ആർബിട്രറി മെറിഡിയൻ. ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന പോയിന്റ് ടു ഇന്ന പോയിന്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനില്ല, നമ്മൾ അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഗസ് ചെയ്തൊരു മെറിഡിയൻ എടുക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് അവിടുത്തെ ഫിക്സഡ് പോയിന്റ്, ഫിക്സഡ് റഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ആർബിട്രറി മെറിഡിയൻ. ഈ പറയുന്ന റഫറൻസ് അല്ലെങ്കിൽ അസ്യൂം ചെയ്ത മെറിഡിയൻ മുതൽ സർവേ പ്രോഗ്രസ് ചെയ്യുന്നത് വരെയുള്ള ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങളാണ് അടുത്ത് ഇനി പഠിക്കാൻ പോകുന്നത്. WCBയും RBയും. എന്താണ് WCB, എന്താണ് RB? ഇതിൻ്റെ പ്രോബ്ലംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴേ രണ്ടിനും സ്പെസിഫൈ ചെയ്ത ഇക്വേഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ എപ്പോഴും നമുക്കത് ഓർത്തിരിക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ ആവശ്യമില്ല, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ WCBയുടെ ഫുൾ ഫോം ഫസ്റ്റ് അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. WCBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. അതാണ് WCB. ഓക്കെ, അപ്പോൾ RB എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം. ഈ റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റത്തിനെ തന്നെ നമ്മൾ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. ഇനി ഈ WCB, നമുക്ക് ആദ്യം WCB നോക്കാം. ഈ WCBനെ നമുക്ക് വേറൊരു പേരിലും പറയാം, അസിമുത്ത് എന്നൂടെ പറയാം. എന്താണ് അസിമുത്ത്? WCBനെ പറയുന്ന വേറൊരു പേരാണ് അസിമുത്ത് സിസ്റ്റം. എന്ന് പറയുന്നത് WCBനെയാണ്. ഇനി WCB എന്ന് പറയുമ്പം ഇതിപ്പോൾ എൻ്റെ നോർത്ത് സൗത്ത് പോളാണെങ്കിൽ ഇവിടെ നിന്ന് ഞാനിപ്പോൾ സർവേ ചെയ്യുന്ന ഇതാണെന്ന് വിചാരിക്കുക. എപ്പോഴും എവിടെ നിന്ന് എടുക്കും? നോർത്തിൽ നിന്ന് എടുക്കും. ഇനി ഇവിടെ ഇതാണ് എൻ്റെ സർവേ ലൈനെങ്കിൽ അവിടെ നിന്ന് എന്ന് വെച്ചാൽ ഏത് എടുത്താലും ശരി അവിടുത്തെ റഫറൻസ് എന്ന് പറയുന്നത് നോർത്ത് ആയിരിക്കും. ആ നോർത്തുമായിരിക്കും. അതുപോലെ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, WCBയിൽ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ആംഗിൾ 0 to 360 ഡിഗ്രി ആണ് WCBയിൽ പറയുന്നത്. ആംഗിൾ വേരി ചെയ്യുന്നത് 0 to 360 ഡിഗ്രി ആണ്. അതുപോലെ നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ WCB അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പസ് ഉണ്ട്. സോ ആ കോമ്പസിനെ പറയുന്നതാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഇതാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. ഈ പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ WCBയുടെ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ബോക്സ് ഉണ്ട്, നീഡിൽ, ഗ്രാജുവേറ്റഡ് റിഗ്, ഒബ്ജക്റ്റ് വെയിൻ, ഇതുപോലെ ഒരുപാട് പാർട്സ് നിറഞ്ഞതാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. അതുപോലെ തന്നെ ഇതിൽ മെഷർമെൻറ്റ് എടുക്കുന്നത് പ്രിസം വെച്ചിട്ടാണ്. ഈ പ്രിസത്തിലൂടെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് റീഡിംഗ് എന്ന് പറയുമ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോഴേ പ്രിസം വഴി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുമ്പോൾ ട്രൈപോഡ് യൂസ് ചെയ്യാതെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ എറർ എന്ന് പറയുന്നത് 1 in 340 ആണ്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 30 മിനിറ്റുമാണ്. ഓക്കെ, 1 in 340 ആണ് പെർമിസിബിൾ എറർ എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 30 മിനിറ്റുമാണ്. ഇനി ഇതിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ 0 സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ WCB അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതായിരിക്കും, WCBയിൽ നോർത്തിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായിരിക്കുമെന്ന് ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിൽ നിന്നാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും. സൗത്തിൽ നിന്നാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗത്തിൽ നിന്ന് വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്, ദെൻ ഇവിടെ തന്നെ ആയിരിക്കും വീണ്ടും 360 വരുന്നത്, സൗത്തിൽ തന്നെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ നീഡിലെന്ന് പറയുമ്പോഴത്തേക്കും ആ നീഡിലെ ഗ്രാജുവേറ്റഡ് റിങ്ങും നീഡിലും ഒറ്റ ഇതിൽ പീസായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ സർക്കുലർ ബോക്സ് എന്ന് പറയുന്നത്, ആ ഒരു പ്രിസ്മാറ്റിക് ബോക്സ് ഇരിക്കുന്നതിൻ്റെ സർക്കുലർ ബോക്സ് ആണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് 85 to 110 mm ആണ് വരുന്നത്. ഇനി അടുത്ത് പറയുന്നതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം. എന്താണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം എന്ന് നോക്കാം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് ക്വാഡ്രൻ്റൽ ബിയറിംഗ്. എന്താണ് ക്വാഡ്രൻ്റൽ ബിയറിംഗ് എന്നും നമ്മൾ പറയുന്നുണ്ട്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ക്വാഡ്രൻ്റൽ ബിയറിംഗ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊരു നോർത്ത് സൗത്ത് വരയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ
ഒരു പോർഷനിലാണ് എൻ്റെ സർവേ ലൈനെങ്കിൽ എനിക്ക് നോർത്തിൽ നിന്ന് എടുക്കാം. അതേസമയം എനിക്ക് ഇവിടെയാണ് ഒരു സർവേ വരുന്നതെങ്കിൽ ഞാൻ സൗത്തിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അതേസമയം ഈ ഒരു ഡയറക്ഷനിലോട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കും സൗത്തിൽ നിന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോർത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം, സൗത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ക്ലോക്ക് വൈസ് ആയിട്ടും എടുക്കാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും എടുക്കാം. നേരത്തെ പോലെ അല്ല, നേരത്തെ ക്ലോക്ക് വൈസ് മാത്രമായിരുന്നു, 0 to 360 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ആംഗിൾ എടുക്കുമ്പോൾ 0 to 90, 0 to 90. അപ്പോൾ എങ്ങനെയാണ് ആംഗിൾസ് വേരി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 0 to 90 ഡിഗ്രിയാണ്. 0 to 90 ഡിഗ്രി എന്ന് വെച്ചാൽ 4 ക്വാഡ്രൻറ്റ് പറയുന്നുണ്ട്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നോർത്തിൽ നിന്നായിക്കോട്ടെ സൗത്തിൽ നിന്നായിക്കോട്ടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മെഷർമെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന റെഡ്യൂസ്ഡ് ബിയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റമാണ് സർവേയർ കോമ്പസിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സർവേയർ കോമ്പസിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റമാണ്. ഈ സർവേയർ കോമ്പസിനെ നമുക്ക് മിലിറ്ററി കോമ്പസ് എന്നൂടെ പറയാം. സർവേയർ കോമ്പസിനെ മിലിറ്ററി കോമ്പസ് എന്നൂടെ പറയാം. ഇനി സർവേയർ കോമ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ആക്യുറസി കുറവാണ്. സർവേയർ കോമ്പസിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. ശ്രദ്ധിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റേത് നേരത്തെ പറഞ്ഞ എത്ര 30 മിനിറ്റ് ആയിരുന്നു, ഇവിടെ പറയുന്നത് ലീസ്റ്റ് കൗണ്ട് 50 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പ്രിസമൊന്നും അല്ല വച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ആക്യുറസി ഇത്രയും കുറയാനും കാരണം. ഡയറക്റ്റ്ലി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഗ്ലാസ് വഴിയായിരിക്കും നമ്മൾ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് തന്നെയായിരിക്കും ഫിഗേഴ്സ് ഇരിക്കുന്നത്. മറ്റത് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു, ഇവിടെ ഡയറക്റ്റ് തന്നെ നോർമലി ആണ് ഇരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നു, മെഷർമെൻറ്റ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ട്രൈപോഡ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സർവേയർ കോമ്പസ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്രോബ്ലം നോക്കിയാലോ. RBയിൽ നിന്ന് WCB കൺവേർട്ട് ചെയ്യണ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ RBയുടെയൊക്കെ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും തരുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് RB ആണ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, WCBയിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് N 55 ഡിഗ്രി വെസ്റ്റ്. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. N 55 ഡിഗ്രി വെസ്റ്റ്. സോ ഞാനിത് ഇക്വേഷനൊന്നും അല്ല പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ N 55 ഡിഗ്രി W എന്ന് വെച്ചാൽ നോർത്ത് 55 ഡിഗ്രി വെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ നോർത്ത് ഡയറക്ഷൻ, സൗത്ത് ഡയറക്ഷൻ, അതുപോലെ ഈസ്റ്റ് വെസ്റ്റ്. ആദ്യം ഇത് വരയ്ക്കാം. ഈസ്റ്റും വെസ്റ്റും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, ഈ രീതിയിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ലൈൻ പറഞ്ഞിരിക്കുന്നത് നോർത്തിനും വെസ്റ്റിനും ഇടയിൽ 55 ഡിഗ്രിയാണ്. സോ നോർത്തും വെസ്റ്റുമാണ്. ഇവിടെ നോർത്തിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 55 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ആണ് 55 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട WCB. WCB നമ്മൾ പറഞ്ഞു കണ്ടുപിടിക്കുന്നത് എന്താണ്, സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ലൈൻ മുതൽ നോർത്ത് വരെ ഉള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ടതാണ്. ഞാൻ ഈ പിങ്ക് കളറിട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതിയാവും, നോർത്ത് വെസ്റ്റിലാണ് 55 ഡിഗ്രി കിടക്കുന്നത്, ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്നറിയാം, 360 ഡിഗ്രി ആണെന്ന് അറിഞ്ഞൂടെ, ഇല്ലേ, 360. ആ 360യിൽ നിന്ന് 55 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് കിട്ടത്തില്ലേ, ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ്. 360യിൽ നിന്ന് 55 കുറച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 305 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് 305 ആണ് വരുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, S25 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. സൗത്ത് ഈസ്റ്റിലാണ് വന്നേക്കുന്നത്. സൗത്ത് ഈസ്റ്റിൽ 25 ഡിഗ്രിയാണ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ് 25 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ലൈൻ മുതൽ നമ്മുടെ മെറിഡിയനായിട്ട് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ആക്സിസ്, നോർത്തിൻ്റെ ഡയറക്ഷൻ വരെ ഉള്ളതല്ലേ നമ്മൾ WCB ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട. സോ എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത്രയും എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, 180 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 180യിൽ നിന്ന്
ഈ ഒരു 25 മൈനസ് ചെയ്താൽ പോരെ ഇല്ലേ? 180ൽ നിന്ന് 25 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 155 കിട്ടത്തില്ലേ? സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 155. സിമ്പിളല്ലേ? ഇത് ആർ ബിയിൽ നിന്ന് WCBയിലോട്ട് ആക്കുന്ന പ്രോബ്ലമാണ്. ഇനി നമുക്ക് തിരിച്ചുള്ള ഒരു പ്രോബ്ലം കൂടെ നോക്കി നോക്കാം. നമ്മളിനി WCBയിൽ നിന്ന് RB ആക്കുന്നതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 120 ഡിഗ്രി. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ നേരത്തെ പോലെ തന്നെ നമ്മൾ ആക്സിസ് വരച്ചു. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. നോക്കിക്കേ, 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം എത്രയൊക്കെയാണ് വരുന്നത്. ഇവിടെ 0, 90, 180, 270, 360 ഈ ഒരു രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ 120 എവിടെ വരും? ഇതിൻ്റെ ഇടയിലല്ലേ 120 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 120 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ RB അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ RB കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇത്ര എടുത്താൽ പോരെ? ഇതല്ലേ നമ്മുടെ RB. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. 180 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും പോർഷൻ 180 ആണെന്നറിയാം. ആ 180യിൽ നിന്ന് 120 കുറച്ചാൽ മതിയാവില്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഇനി ആൻസർ നേരത്തെ പോലെയല്ല, നമ്മൾ ഡയറക്ഷൻസ് വെച്ച് വേണം എഴുതേണ്ടത്. സോ ഡയറക്ഷൻ നോക്കിക്കേ, ഏതിനൊക്കെ ഇടയിൽ RB നമുക്ക് കിട്ടിയത്? സൗത്തും ഈസ്റ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പം സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്. ഇതാണ് നമ്മുടെ ആൻസർ, സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 225 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. നേരത്തെ പോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നു. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. സോ 225 ഡിഗ്രി 30 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 270 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏകദേശം ഇവിടെ ആയിരിക്കും വരുന്നത്. സോ WCB ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് 225 ഡിഗ്രി 30 മിനിറ്റ്സ്. ഓക്കെ, ഇനി നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? RB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും പോർഷൻ എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇത്രയും പോർഷൻ എനിക്ക് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നമ്മുടെ 180 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇത്രയുമാണ് 180 ഡിഗ്രി. ഓക്കെ, ഈ ഇത്രയത്തിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ ഈ 180 ഡിഗ്രിയും 225 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ 225 ഡിഗ്രി 30 മിനിറ്റ്സിൽ നിന്ന് ഈ ഇത്രയും 180 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ പറഞ്ഞ 225 ഡിഗ്രി 30 മിനിറ്റ്സ് ഇതിൽ നിന്നും നമ്മൾ എത്ര കുറയ്ക്കണം? നമ്മുടെ ഈ 180 എങ്കിൽ ഇത് കിട്ടൂലേ? സിമ്പിൾ മാത്സ് ആണ്. 180 കുറയ്ക്കാം. സോ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 45 ഡിഗ്രി 30 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇനി ഡയറക്ഷൻ കൂടെ നോക്കി വേണം എഴുതാൻ, സൗത്തും വെസ്റ്റും. അപ്പോൾ സൗത്ത് 45 ഡിഗ്രി 30 മിനിറ്റ്സ് വെസ്റ്റ്. ഇതാണ് ആൻസർ. വളരെ സിമ്പിളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആരും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കാതെ ഇതുപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഇക്വേഷൻ മറന്നുപോയി അല്ലെങ്കിൽ ഇക്വേഷനിൽ ഒരു കൺഫ്യൂഷൻ തോന്നിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അടുത്ത രണ്ട് ടേമാണ് ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും. ഫോർവേഡായിട്ട് നമ്മൾ സർവേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സർവേ പ്രോഗ്രസ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ ബിയറിംഗ് എടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഫോർ ബിയറിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ബിയറിംഗ് എന്ന് പറയും. അതേസമയം തിരിച്ച് ഓപ്പോസിറ്റാണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സർവേ വർക്ക് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയും. തിയറി ബേസ് ഒക്കെ നല്ല സിമ്പിളാണ്. ഇക്വേഷൻ സിമ്പിളാണ്. ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ഉണ്ട്. ഫോർ ബിയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഈ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഫോർ ബിയറിംഗ് കുറവാണ്, 180 ഡിഗ്രി കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ പ്ലസ് സൈനാണ് കൊടുക്കുക. ഫോർ ബിയറിംഗ് കൂടുതലാണ്, 180 കുറവാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചെയ്യാം. ഇത് എന്തിൻ്റെ കേസിലാണ്? WCB വരുന്ന കേസിൽ. ഇനി റെഡ്യൂസ്ഡ് ബിയറിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോർത്ത് സൗത്ത് തന്നിരുന്നാൽ എന്ത് ചെയ്ത് എടുത്താൽ മതി? ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ എടുത്താൽ മതിയാവും. എന്ന് വെച്ചാൽ നോർത്ത് സൗത്തായിട്ടും ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടും എടുത്താൽ മതിയാവും. നോർത്ത് സൗത്തായിട്ട് ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടും എടുത്താൽ മതിയാവും. ഇതിൻ്റെയും ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ബാക്ക് ബിയറിംഗ് ഓഫ് 174 ഡിഗ്രി 20 മിനിറ്റ്സ്. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞത് ബാക്ക് ബിയറിംഗ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഫോർ ബിയറിംഗ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്നത് ഫോർ ബിയറിംഗ് ആണ്. അപ്പോൾ 174 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് ബാക്ക് ബിയറിംഗ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമുക്കറിയാം, ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. അപ്പോൾ ഇതിന് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, ഫോർ ബിയറിംഗ് എത്രയാണ്? 174 ഡിഗ്രി 20 മിനിറ്റ്സ്. നമ്മുടെ 180 ആണ് കൂടുതലായിട്ട് വരുന്നത്, പ്ലസ് ചെയ്യുക. അപ്പം
174 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. 174 ഡിഗ്രി 20 മിനിറ്റ്സ് പ്ലസ് ആണ് ചെയ്യാണ്ട് പ്ലസ് 180. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 354 ഡിഗ്രി 20 മിനിറ്റ്സ് എന്ന് കിട്ടും. സിമ്പിളല്ലേ? ഇനി ഇതിൽ തന്നെ ഒരു ആർ ബിയുടെ പ്രോബ്ലം കൂടെ നോക്കാം. ആർ ബിയുടെയിൽ ക്വസ്റ്റ്യൻ ഇതാണ്. N 50 ഡിഗ്രി 10 മിനിറ്റ്സ് ഈസ്റ്റ്. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ആവും. 50 ഡിഗ്രി 10 മിനിറ്റ്സിൽ ഒരു വ്യത്യാസവും കാണില്ല, ഈസ്റ്റ് വെസ്റ്റ് ആവും. ഇതേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇൻക്ലൂഡ് ആംഗിളിൻ്റെ കൂടെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ബിയറിംഗ് ഓഫ് OA 20 ഡിഗ്രി, ബിയറിംഗ് ഓഫ് OB 70 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ AOB. ആംഗിൾ AOB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. ചിലർ വേറെ രീതി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോർവേഡ് ബാക്ക് ബിയറിങ്ങിൻ്റെ തന്നെ ഫിഗർ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മെത്തേഡാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒറ്റ ഫിഗറിൽ തന്നെ നമുക്കത് വരച്ച് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതിൽ തന്നിരിക്കുന്ന OA ശ്രദ്ധിക്കുക, ഒറിജിൻ ഏതാണെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും. OA OB. അപ്പോൾ ഒറിജിൻ ഏതാണെന്നറിയാം, Oയിൽ നിന്ന് Aയിലോട്ടുള്ള ആംഗിൾ 20 ഡിഗ്രി OA. Oയിൽ നിന്ന് Bയിലോട്ടുള്ള ആംഗിൾ അത് 70 ആണ്. അതും എന്തിൽ തന്നെയാണ്? ആ ക്വാഡ്രൻറ്റിൽ തന്നെയാണ് വരുന്നത്. OB 70 ഡിഗ്രി. ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ AOB. ആംഗിൾ AOB എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, ആംഗിൾ AOB. അപ്പോൾ ഇവിടെ ഇത്രയും എത്ര എന്ന് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തുകൂടെ നമുക്ക്? ഇത്രയും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു ടോട്ടലുള്ള 70 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ഈ ഒരു ആംഗിൾ 20 ഡിഗ്രി മൈനസ് ചെയ്താൽ പോരെ, നമുക്ക് ആൻസർ കിട്ടത്തില്ല. സോ ആൻസർ 50 ഡിഗ്രി. ഇതൊക്കെ PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിടണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ഇത്രയും മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ.